ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സഹോദര മെത്രാപ്പൊലീത്തന്മാരോടും സഭയുടെ പട്ടാളക്കാരെന്നുള്ള നിലയിൽ രാപകൽ സേവനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട വൈദികരോടും സഭയ്ക്ക് വേണ്ടി ജീവൻ കളയുവാൻ തയ്യാറായി രാവും പകലും പ്രാർത്ഥനയിലും ജാഗരണത്തിലും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഈ ദൈവമക്കളോടും പറയുവാനുള്ളത് 3 കാര്യങ്ങൾ വളരെ കരുതലോടെ ശ്രദ്ധിച്ചു പോകേണ്ടതാണ്. 1, യേശുക്രിസ്തുവാണ് നടത്തുന്നത്, അവിടുത്തെ കൃപയാണ് മറ്റെന്തിനേക്കാളും വലുത് എന്നുള്ള ചിന്ത, അനുഭവം ഒരിക്കലും വിടരുത്. യേശുക്രിസ്തു അടിസ്ഥാനമായിട്ടുള്ള സഭയാണിത്. വേദപുസ്തക അടിസ്ഥാനമായിട്ടുള്ള സഭ എന്ന് ചിലരൊക്കെ ചില സമൂഹങ്ങളെക്കുറിച്ച് പറയാറുണ്ടെങ്കിൽ അതല്ല ശരി. സഭ യേശുക്രിസ്തു അടിസ്ഥാനമായിട്ടുള്ളതാണ്. ഈ വലിയ കൃപയും ഈ അനുഗ്രഹങ്ങളും നഷ്ടപ്പെടാതിരിക്കാനാണ് ഈ കാര്യങ്ങൾ ഈ ദൈവമക്കളെ അറിയിക്കുന്നത്. 1, യേശുക്രിസ്തുവിൽ നിന്ന് മാറിപ്പോകരുത്. മറ്റൊന്ന്, എൻ്റെ സഭയെ പണിയും എന്ന് യേശുക്രിസ്തു പത്രോസിനെ നോക്കിക്കൊണ്ട് പറഞ്ഞത് ആ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൽ നിന്ന് മാറിപ്പോകരുത്. മറ്റൊന്ന്, ലോകത്തിൽ എന്തെല്ലാം വ്യതിയാനങ്ങളും തിരിമറികളും ഉണ്ടായാലും സഭയുടെ ആചാരാനുഷ്ഠാനങ്ങൾ അത് വേദപുസ്തകാധിഷ്ഠിതമാണ്. അതിനെ ഒന്നിനെയും ചെറുതായി കാണരുത്, അതെല്ലാം വലുതായി കാണേണ്ടതാണ്. എല്ലാറ്റിലും ഉപരി യേശുക്രിസ്തുവിൽ നിന്ന് അകന്നു പോകുന്നത് മരണത്തിലേക്കായിരിക്കും. ജീവൻ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് എല്ലാവരും പൊയ്ക്കൊള്ളണം. ദൈവം നിങ്ങളോട് കൂടെയിരിക്കും, ദൈവം നിങ്ങളെ വഴി നടത്തും. എന്തെല്ലാം പ്രതികൂല സാഹചര്യങ്ങളുണ്ടായാലും അവിടെയെല്ലാം യേശുക്രിസ്തു നിങ്ങൾക്ക് താങ്ങും തണലുമായിരുന്ന് നിങ്ങളെ വളർത്തിക്കൊള്ളും, പുലർത്തിക്കൊള്ളും. ദൈവം അനുഗ്രഹിക്കും. ഇനി വരുമോ സുഖനിമിഷം പ്രിയരേ, ഇനി വരുമോ സ്വർലോക സുഖമേകും രാജ്യം. രാജരാജൻ പ്രിയരേ, യേശുനാഥൻ വഴിയേ. 1000 പരിശുദ്ധരിനാൽ 1000 തിരുമേനികളെ ഇനി വരും അനവരതം, ഇനി വരും ഈ വഴിയേ. ഇനി വരുമോ സുഖനിമിഷം പ്രിയരേ.